അപ്പോൾ ഗൈസ് 34 മുട്ട വെച്ചിട്ട് ഒരു ദിവസം ഫുള്ളായിട്ട് മുട്ട വെച്ച് മാത്രം ഓംലേറ്റും സ്നാക്സ് ആക്കിയിട്ട് കഴിക്കാൻ പറ്റും നിങ്ങൾക്ക് എന്നാൽ എനിക്ക് പറ്റോട്ടെ അന്ന് ബാ. രാവിലെ 8:30 എണീച്ചിട്ട് 8 മുട്ടയും ഇങ്ങനത്തെ പാൽച്ചായം കൂട്ടിയിട്ടാണ് ഞാൻ ലഘുവായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. ബ്രേക്ക്ഫാസ്റ്റ് അല്ല, ലഘു ഭക്ഷണം. ഒരു 9:30 വീണ്ടും 2 മുട്ട എടുത്തിട്ട് ഇങ്ങനെ കുറച്ച് ഉപ്പിട്ടിട്ട് നല്ല ആസ്വദിച്ചിട്ട് ആ ചായൻ്റെ കൂടെ കൂട്ടി കഴിച്ചിട്ടാ. ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിനെ. നിങ്ങൾ വെറുതെ ഇരിക്കുന്ന സമയത്താണ് നിങ്ങൾ മുട്ട എടുത്തിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ജസ്റ്റ് ഒരു ഓംലേറ്റ് എത്ര തന്നെ. അതിനുശേഷം നമ്മൾ എന്താക്കി ആ ഉപ്പ് ചേഞ്ച് ആക്കിയിട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കണം. അതും ഇതേപോലെ ആക്കിയിട്ട് അതിനപ്പുറം ഒരു ടാങ്ക് എടുത്തിട്ട് നല്ല ആസ്വദിച്ച് ഞാൻ അത് മുഴുവനായിട്ടും കുടിച്ചേട്ടാ. വീണ്ടും വിശക്കാൻ തുടങ്ങിയാലും എന്തുണ്ടാക്കുമെന്നുള്ള ചിന്തയിൽ നമ്മൾ കണ്ണൂർ സ്റ്റൈലിൽ നല്ല കിട്ടിക്കാച്ചി മുട്ട മസാല ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇഡ്ഡലി പാത്രം എടുത്തിട്ട് അതിനകത്തേക്ക് മുട്ട വെച്ചിട്ട് നല്ല സ്റ്റീം ചെയ്തെടുക്കുക. എന്നിട്ട് അതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടി ഇതെല്ലാം ഇട്ടിട്ട് കുറച്ച് വെള്ളം ഇട്ടിട്ട് നല്ലോണം മിക്സ് ആക്കുക. എന്നിട്ട് ആ മുട്ട എടുത്തിട്ട് കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് നല്ല ആസ്വദിച്ച് കഴിക്കണേ. അതിൻ്റെ അപ്പുറം നനക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കുടിച്ചിട്ടാ നല്ല ആസ്വദിച്ച് കഴിച്ചതിന് ശേഷം നെക്സ്റ്റ് എന്ത് കഴിക്കുമെന്നുള്ള ചിന്തയിൽ ഞാൻ ഒരു തട്ടുകട സ്റ്റൈൽ വീണ്ടും മുട്ട വാങ്ങിയിട്ട് അതിനകത്തേക്ക് മല്ലിച്ചപ്പ്, ഉള്ളി, മസാലപ്പൊടി എല്ലാം ഇട്ടിട്ട് നല്ല കുഴച്ച് കഴിച്ച് കഴിച്ച്. ഇന്ന് കാര്യമായിട്ടൊന്നും കഴിക്കാത്തതുകൊണ്ട് ചോറ് കണ്ടതും 4 മുട്ട എടുത്തിട്ട് നല്ല ആസ്വദിച്ച് കുഴച്ച് കഴിച്ചട്ടാ. അതിനുശേഷം ഞാൻ ഇങ്ങനത്തെ ഒരു മല്ലിച്ചപ്പൊടി ഓംലേറ്റ് ഉണ്ടാക്കി. അതും നല്ല വിഷമമുണ്ട് ആസ്വദിച്ച് കഴിച്ചതിന് ശേഷം ഞാനൊന്ന് തണുപ്പിക്കാനായിട്ട് നല്ല തണുത്ത വെള്ളം കുടിച്ച് ജീവൻ തിരിച്ചിട്ട് മുട്ടനോട് ടാറ്റ പറഞ്ഞ് നാളെ കാണാൻ പറഞ്ഞിട്ട് ഞാൻ കിടന്നുറങ്ങി.